വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. കൊറാസിൻ, നിനക്ക് ദുരിതം! ബത്സയിദ, നിനക്ക് ദുരിതം! നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ മാസം 3-ാം തീയതി വ്യാഴാഴ്ച, ഈ രാത്രിയിൽ ഈ ശുഭരാത്രി വചന സന്ദേശത്തിന് നമ്മൾ കാതുകൊടുക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്ന കാര്യം കേൾക്കാൻ അത്ര ശുഭകരമായ ഒരു കാര്യമല്ല, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈശോ നമ്മോട് പറയുന്നത്. അതായത് പേടിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ഈശോ നമുക്ക് ഈ രാത്രിയിൽ നൽകുന്നത്. വളരെ ഗൗരവമായി ചിന്തിച്ചാൽ, അതിൻ്റെ ആഴത്തിൽ നമ്മൾ വിചിന്തനം ചെയ്താൽ നമുക്ക് കൂടുതൽ ഉറങ്ങാൻ പറ്റും എന്നല്ല, ഉള്ള ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഈശോ പറയുകയാണ്, നീ കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ. എങ്ങനെയാണ് കഫർനാം ആകാശത്തോളം ഉയർത്തപ്പെട്ട ഒരു നഗരമായി മാറിയത്? കഫർനാം ഈശോ പ്രവർത്തിച്ച ഈശോയുടെ ഒരു ഹോം ടൗൺ പോലെയായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ കഫർനാമിലെ സിനഗോഗിൽ പ്രസംഗിച്ചു. ഈശോ കഫർനാമിലുള്ള വീട്ടിൽ ആയിരിക്കുമ്പോൾ, അപ്പോൾ കഫർനാം എന്ന് പറയുന്നത് ഈശോയുടെ ഒരു ഹോം ടൗൺ ആണ്. ഈശോ ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു സ്ഥലമാണ്. ഈശോയുടെ മഹത്വം ജനങ്ങൾ കണ്ട ഒരു സ്ഥലമാണ്. ഈശോയെ കാണാൻ വേണ്ടി ജനം ജെറൂസലേമിൽ നിന്ന് മുതൽ ഓടിയെത്തിയ പണ്ഡിതന്മാരും രോഗികളുമൊക്കെ ആയിട്ട് വിവിധ ദേശങ്ങളിലുള്ളവർ നമുക്ക് കഫർനാമിലേക്ക് പോകാം, അവിടെ ദൈവപുത്രനുണ്ട്, അവിടെ ഈശോയുണ്ട് എന്ന് പറഞ്ഞ് കഫർനാം ഒരു ഫോക്കസ് പോയിന്റായ ഒരു സ്ഥലമാണ്. കാരണം ഈശോയുടെ നാടായിരുന്നു അത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഇടയിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ കഫർനാം ഇങ്ങനെ ആകാശത്തോളം ഉയർത്തപ്പെട്ടു. കാരണം ദൈവം അവിടെ, ദൈവപുത്രൻ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ധർ സുഖമാക്കപ്പെട്ടത് കഫർനാമിലാണ്. ചെകിടർക്ക് കേൾവി കിട്ടിയ, അത്ഭുതകരമായി കേൾവി കിട്ടിയ സ്ഥലം, മുടന്തൻ എഴുന്നേറ്റ് നടന്ന സ്ഥലം, തളർവാദ രോഗി കിടക്കയും എടുത്ത് നടന്ന സ്ഥലം, മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ട സ്ഥലം. അങ്ങനെ കഫർനാം എല്ലാ അർത്ഥത്തിലും പോപ്പുലറായി, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി മാറി. കഫർനാം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഉയർത്തപ്പെട്ട കഫർനാം ഈശോ പറയുകയാണ്, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഈ വചനം നമ്മുടെ ഉറക്കം കളയുന്ന വചനമാണെന്ന്? അച്ഛനെ പലപ്പോഴും വിഷമിപ്പിച്ചിട്ടുള്ളൊരു വചനമാണിത്. നമ്മൾ എത്രമാത്രം അത്ഭുതങ്ങളാണ് കാണുന്നത്, ഈശോ പ്രവർത്തിക്കുന്നത്. ഈശോ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അതിന് സാക്ഷികളൊക്കെ ആയിത്തീരുകയും ചെയ്യുന്നവരാണ് അച്ഛനും നമ്മൾ ഓരോരുത്തരും. നമ്മളൊക്കെ സാക്ഷികളാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ കഫർനാം എന്ന് പറയുന്നത് ഒരു കാരാഭരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം.
അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എത്രമാത്രം അനുഭവങ്ങളാണ്, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, നമുക്ക് കണ്ണിന് കാഴ്ച പോയിട്ടത് തിരിച്ചു കിട്ടുമ്പോൾ മാത്രമല്ലല്ലോ ഒരു അത്ഭുതമായിട്ടിരിക്കുന്നത്, നമ്മൾക്ക് കണ്ണിന് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിലുള്ള ഉയർച്ച, ഭൗതിക മേഖലയിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് പ്രാർത്ഥനയുണ്ട്, നമുക്ക് വചനപ്രഘോഷണങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അങ്ങനെ എന്തോരം അനുഗ്രഹങ്ങൾ കിട്ടിയവരാണ് നമ്മൾ. നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, അല്ലെങ്കിൽ വഴികളുണ്ട്, ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളുള്ള നമ്മൾ, ഈശോ പറയുകയാണ്, എന്നിട്ടും ഇത്രയേറെ കാര്യങ്ങൾ ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടും നീ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അനുപാതികമായിട്ട് നീ എന്നോട് പ്രതികരിക്കുന്നില്ല, നിനക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല. മാനസാന്തരത്തെക്കുറിച്ച് അമ്മ ത്രേസ്യ പറയുന്നത്, ലൗകികമായി ജീവിക്കുന്ന ഒരാൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ജീവിതം നയിക്കാൻ തുടങ്ങുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമുക്കത് ഏറ്റു പറയാം. ലൗകികമായി ലോകത്തിന്റെ മോഹങ്ങളിൽ മുഴുകി, ലോകത്തിന്റെ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരാൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ജീവിതം നയിക്കാൻ തുടങ്ങുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിൽ പറയുകയാണ്, കർത്താവെ അനുതാപത്തോടുകൂടെ കൊച്ചു ത്രേസ്യ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈശോയെ നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ വേറെ ആർക്കെങ്കിലുമൊക്കെയാണ് നീ നൽകിയിരുന്നെങ്കിൽ അവർ എത്രമാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിന്നെ ആരാധിച്ചാനേ. കൊച്ചു ത്രേസ്യയുടെ മനസ്സിൽ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യം ഉണ്ടായതുകൊണ്ട് കൊച്ചു ത്രേസ്യ പറയുകയാണ്, എനിക്ക് കിട്ടിയ അത്രേ അനുഗ്രഹങ്ങൾ വേറെ ആർക്കെങ്കിലുമൊക്കെയാണ് കൊടുത്തിരുന്നെങ്കിൽ അവരെത്രമാത്രം നിന്നെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്താനെ. ഞാൻ നിന്നോട് നന്ദികേടാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൊച്ചു ത്രേസ്യക്ക് തോന്നുകയാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞു, അധികം നൽകപ്പെട്ടവനിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 5 താലന്ത് കിട്ടിയവൻ അത് 10 ആയിട്ട് ഈശോ പ്രതീക്ഷിക്കുന്നു. 2 കിട്ടിയവൻ 4 ഈശോ പ്രതീക്ഷിക്കുന്നു. 1 കിട്ടിയവൻ അത് 2 ആക്കണമെന്ന് ഈശോ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അധികം കിട്ടിയവരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ നോക്കി സന്തോഷിക്കാൻ ഈ രാത്രിയിൽ വകയുണ്ടോ? സന്തോഷിക്കാൻ വകയുണ്ടോ? നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ഞാൻ അവന് കൊടുത്തതിന് അനുപാതികമായി അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് സ്നേഹത്തോടെ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആകാശത്തോളം ഉയർത്തപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. സ്വർഗത്തോളം ഉയർത്തപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. കർത്താവ് പ്രവർത്തിക്കുന്ന ഒരിടമാണ് നമ്മുടെ കുടുംബം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്. എന്നിട്ടും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ, വേണ്ട വിധത്തിൽ സുവിശേഷ മൂല്യങ്ങളോട് ചേർന്ന് ജീവിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് കണ്ണുകൾ അടച്ച് അനുതാപത്തോടുകൂടെ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ നമ്മുടെ ചിന്തകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിച്ച എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ? അനാവശ്യമായൊരു വാക്ക്, ഫലമില്ലാത്ത ഒരു സംഭാഷണം, വിശുദ്ധിയില്ലാത്തൊരു ചിന്ത, ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ടോ? ഈശോയെ ഞാൻ അനുതപിക്കുന്നു. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ, വിനയമെന്ന പുണ്യക്കെതിരെ, വിശുദ്ധി എന്ന പുണ്യത്തിനെതിരെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. നാളെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ, ജാഗ്രതയോടുകൂടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിൻ്റെ കറകളും കടങ്ങളും കളങ്കങ്ങളും നിന്റെ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ.
കൂടുതൽ എളിമയോടുകൂടെ, കൂടുതൽ വിശുദ്ധിയോടുകൂടെ, കൂടുതൽ സ്നേഹത്തോടുകൂടെ, കൂടുതൽ ഉദാരതയോടെ, കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ ജാഗ്രതയോടെ ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ. നന്ദി പറയാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. നമുക്ക് ഇന്ന് കർത്താവ് വളരെ പ്രത്യേകമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രഭാതത്തിൽ ഉണർന്നത് മുതൽ രാത്രി 9 മണി സമയം വരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളുണ്ട്. നമ്മളെ കർത്താവ് കാത്തു സൂക്ഷിച്ചു. അപകടങ്ങളിൽ പെടാതെ, അനർത്ഥങ്ങളിൽ ചെന്ന് വീഴാതെ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ മക്കളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, സഹോദരങ്ങളുടെ മേൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ മേൽ, അയൽക്കാരുടെ മേൽ, ഈ ദേശത്തിൻ്റെ മേൽ, ഇന്ന് വ്യാഴാഴ്ച ഈ ആലയത്തിൽ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകായിരം മക്കളുടെ മേൽ ഒക്കെ, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത മക്കളുടെ മേലൊക്കെ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദിയോടെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ അവിടത്തോട് പ്രതികരിക്കാതെ പോയ നിമിഷങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപത്തോടുകൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃതജ്ഞത നിറഞ്ഞ, നന്ദി നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതരത്തിൽ ദൈവസ്തുതികൾ ഉയരുമ്പോൾ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അതരം നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിൽ ഓരോ കോശവും ഓരോ തുള്ളി രക്തവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കൃപയൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ. നിയോഗങ്ങൾ സമർപ്പിച്ചുകൂടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വന്ധ്യമായ ഉദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, കൈക്കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു, യുവതിവാക്കളെ സമർപ്പിക്കുന്നു, ജോലി അന്വേഷിക്കുന്നവരെ സമർപ്പിക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നവരെ സമർപ്പിക്കുന്നു, പരീക്ഷകൾ എഴുതുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുതിയ പരീക്ഷകളുടെ റിസൾട്ടിനെ സമർപ്പിക്കുന്നു. വിദേശത്തായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു, സ്വദേശത്ത് അന്യ സംസ്ഥാനങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനങ്ങളിൽ നിന്ന് വിദൂരത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ഈ രാത്രിയിൽ കടന്നു പോകുന്നവരെ, ആശുപത്രികളിലായിരിക്കുന്നവരെ, ഐസിയുയിലെ വെന്റിലേറ്ററിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നവരെ, ഹല്ലേലൂയ, കരകട ആകാശമാർഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, തെറ്റുകൾ വിട്ടട്ടെ, അസ്വസ്ഥകൾ വിട്ടുമാറട്ടെ, സുഖനിദ്ര ലഭിക്കട്ടെ. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഏകാന്തതയിൽ കഴിയുന്നവരെ, അനാഥരെ, വിധവകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജയിലുകളിൽ കഴിയുന്നവരെ, അഭയാർത്ഥികളായവരെ, യുദ്ധ പോർമുഖങ്ങളിൽ കഴിയുന്നവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യുദ്ധക്കെടുതികളിലൂടെ കടന്നു പോകുന്നവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധഭീതിയിൽ കഴിയുന്ന ദേശങ്ങളെ, രാജ്യങ്ങളെ, കലാപങ്ങൾ നടക്കുന്ന ദേശങ്ങളെ, ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെ, ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ സ്വന്തമായ ഒരു ഭവനമില്ലാത്തവരെ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തെരുവോരങ്ങളിൽ കഴിയുന്നവരെ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം.
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ 7 നിയോഗങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവനായ കർത്താവ് നമ്മുടെ കൺമുൻപിലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ 5:30 മുതൽ ഈ രാത്രി 9:30 മണി വരെയുള്ള ഈ സമയം, ഈ 16 മണിക്കൂർ സമയം ഈ ദേവാലയത്തിൽ ഓരോ ദിവസവും ആരാധന നടക്കുകയാണ്. അൾത്താരയിലിരുന്ന് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവനായ ദൈവം നമ്മൾ ഉറങ്ങുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്ത് കൊടുക്കണമെന്നാലോചിച്ചുകൊണ്ട് ഇരിക്കുന്നവനായ ദൈവം കർത്താവ് തൻ്റെ ഭക്തർക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് ഈശോ പറഞ്ഞിട്ടുള്ളതുപോലെ, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ അടഞ്ഞു കിടന്നൊരു വാതിൽ തുറക്കപ്പെടട്ടെ. ഈ രാത്രിയിൽ ഇതുവരെ നിങ്ങൾ കണ്ടെത്താത്തൊരു കൃപ കണ്ടെത്തട്ടെ. ഈ രാത്രിയിൽ ഇതുവരെ ലഭിക്കാത്തൊരു അനുഗ്രഹം നിങ്ങൾക്ക് ആയി ലഭിക്കട്ടെ. സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ 7 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് 21 പ്രാവശ്യം ഉച്ചത്തിലെ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഒരു ദിവ്യകാരുണ്യ മുദ്ര പതിക്കപ്പെടുകയാണ്. നമ്മുടെ ശിരസ് ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ, നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ കാതുകളിൽ, നമ്മുടെ അധരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നാസ്വാരന്തരങ്ങളിൽ, കരങ്ങളിൽ, കാലുകളിൽ, നമ്മുടെ ഉദരത്തിൽ, ശരീരത്തിൽ മുഴുവൻ ഈശോയുടെ ദിവ്യകാരുണ്യ മുദ്ര പതിപ്പിക്കപ്പെടുന്ന ഈ സമയം ഒരു കുടുംബത്തിൽ നിന്നൊരാൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു കുടുംബം ആശീർവദിക്കപ്പെടുമ്പോൾ കുടുംബം സ്ഥിതി ചെയ്യുന്ന ദേശം അനുഗ്രഹിക്കപ്പെടുകയാണ്, രാജ്യം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ ദിവ്യകാരുണ്യ ആശീർവാദം കേവലം ഈ ആലയത്തിൽ ഒതുങ്ങുന്ന ആശീർവാദമല്ല. ഇത് അതിരുകളെ ഭേദിച്ച്, ചക്രവാള സീമകളെ ഭേദിച്ച് മുന്നോട്ട് പോകുന്നൊരു ആശീർവാദമാണ്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ആശീർവദിക്കപ്പെടുകയാണ് എന്ന ബോധ്യത്തോടുകൂടെ, ഞാൻ ആശീർവദിക്കപ്പെടുമ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും ആശീർവദിക്കപ്പെടുകയാണ് എന്ന ഉൾബോധ്യത്തോടുകൂടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന തിരുസ്വരൂപ പ്രതിഷ്ഠയോടുകൂടി ആരംഭിച്ചിരിക്കുന്ന തിരുനാളിൻ്റെ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞായറാഴ്ച നടക്കുന്ന രോഗസൗഖ്യ ആരാധനയുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകത്തിന് വേണ്ടി കൂടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം.
പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സൗഖ്യവും സമാധാനവും നൽകുന്ന വിജയവും ഉയർച്ചയും നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ളൊരു രാത്രി, സന്തോഷമുള്ളൊരു രാത്രി, നല്ല സ്വപ്നങ്ങളൊക്കെയുള്ളൊരു രാത്രി, വചനം കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്നൊരു രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണ്. പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. അച്ഛനിപ്പോൾ മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചും അതുപോലെ വരുന്ന ഞായറാഴ്ച നടക്കുന്ന രോഗസൗഖ്യാരാധനയുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുമാണ്. ആഗ്രഹിക്കുന്നവർക്ക് അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് മുട്ടയിൽ വലിയാവുന്നതാണ്.